അല്ല സവാട്ടി, എന്തേ? നീ അത് വിട്. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എടാ നമ്മുടെ ആന്റണി ഇല്ലേ, എടാ അവൻ എന്തിനാണ് നമ്മുടെ ലൂക്കാച്ചിന്റെ പുറകെ ഇങ്ങനെ നടക്കണത്? ഞാൻ ഇതേവരെ ഇതൊന്നും ചോദിക്കണോ വിചാരിച്ചല്ല നിന്റെ അടുത്ത്. നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നീ അത് എന്നോടൊന്ന് പറ. എനിക്കാണെങ്കിൽ അവനോട് ചോദിക്കാൻ ഒരു മടി, അതുകൊണ്ടാണ്. മനോജാ, പറയടാ സവാട്ടി. അച്ഛനെ പോലെ അവനെ പറ്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. നമ്മള് ലൂക്കാച്ചിനെ അന്വേഷിച്ച് തൃശ്ശൂർക്ക് ഇറങ്ങിയില്ലേ എൻ്റെ വീട്ടിൽ നിന്ന്. അന്ന് രാത്രി അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാനവനും കടപ്പുറത്ത് പോയിരുന്നിട്ട് കുറച്ചു നേരം സംസാരിച്ചായിരുന്നു. മനസ്സ് തുറന്ന് കുറെ കാര്യങ്ങൾ അവൻ എന്നോട് സംസാരിച്ചു. അതിലൊരു കാര്യം ഉണ്ടായിരുന്നു. അതില് ഒരു കാര്യം എൻ്റെ മനസ്സിൽ നന്നായിട്ട് കൊണ്ടു. അവനൊരു പെങ്ങളുണ്ട്. അവൻ്റെ പെങ്ങളെ പറ്റി പറയുമ്പോൾ 100 നാവാണ് അവന്. ജെനി അവൻ്റെ പെങ്ങളുടെ പേര്. ജെനി. മണിമുകിലേ പോരുന്നേ നിൻ കൂടെ, അതിരഴുമീ കാതങ്ങൾ ദൂരങ്ങൾ, തളിരണിയും കിനാവിൻ്റെ കൂട്ടിൽ പനിമലരായി ഞാനാം സ്വപ്നം. മണിമുകിലേ പോരുന്നേ നിൻ കൂടെ, അതിരഴുമീ കാതങ്ങൾ ദൂരങ്ങൾ, തളിരണിയും കിനാവിൻ്റെ കൂട്ടിൽ പനിമലരായി ഞാനാം സ്വപ്നം. തേടും നിലാതീരം തന്നിൽ സർ ഓഫ് റോഡ് ട്രക്കിംഗ് ഉണ്ട്, നാടൻ ഫുഡ്, ഹോം സ്റ്റേ. പൈസ ഒന്നും കുഴപ്പമില്ല സാർ, അതൊക്കെ. തേടും നിലാതീരം തന്നിൽ തിരികെ വരാ കാലങ്ങൾ തേടുന്നേ, മനമിതിലായി തീരാതെ വർണ്ണങ്ങൾ, കതിരണിയും ഒരേ തീരം തേടുന്നേ, ഇളവയിലെ പിറക്കൾ നമ്മൾ. കിനാവാകും ചില്ലയിൽ
നിലാതീരം തന്നിൽ നാം. മനുജോയ്, എന്താടാ നേരെ ഒരുപാടായല്ല പോവണ്ടേ? ശരിയാണ്ടാ, നേരെ ഒരുപാടായി. പിന്നെ നല്ല ഉറക്കക്ഷീണുണ്ട്. നല്ല ഓർക്കഷനുണ്ട് എനിക്കും. അതേ, ഉം. നമ്മളിതും പറഞ്ഞിരുന്ന നാളെ വേറെ ഒരുപാട് പരിപാടികളല്ലേ? ശരിയാണ്ടാ, നാളെ ഒരുപാട് പരിപാടിയുണ്ട്. വിട്ടാലാ? പോയാലോ നമുക്ക്? പോവാം നമുക്ക്. ഒരുപാട് സമയമായിട്ടാ. നല്ല തണുപ്പുണ്ട്. ആ, നല്ല തണുപ്പുണ്ടല്ലേ. എന്താ ഇതിന്റെ മുകളിൽ കഷ്ടം. ഇതാരേത്? ഹാ, ഈ വഴിക്ക് നിന്നെ കാണാത്താണല്ലോ. എന്തു പറ്റി? അല്ല അച്ഛാ, ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി തന്നെ വന്നതാ. പള്ളിയൊക്കെ പൂട്ടിക്കിടക്കാണല്ലോ. വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ വേണ്ടേ അച്ഛോ? ഓ, അതൊക്കെ ഞാൻ നേരത്തെ വൃത്തിയാക്കിയടാ. ഇന്ന് ആ തക്കേലെ വറീതിൻ്റെ ചരമവാർഷികമാണ്. അവൻ്റെ മക്കളൊക്കെ ആണെങ്കിൽ ദുബായിലൊക്കെയാണ്. കുഴിയൊന്നും നന്നാക്കാൻ ആരും ഇല്ലെന്ന്, അതുകൊണ്ടിങ്ങനെ വന്നതാ. അച്ഛോ, ഞാൻ വന്നത് വേറൊരു കാര്യത്തിനാ. ആ, നമ്മുടെ ക്ലേരയുടെ ബ്രെഡ് കമ്പനി ഇല്ലേ, ഉം. അതിൻ്റെ കീ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് അവിടെ പോയി ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കാറുന്നു. എടാ, ഞാൻ ഇന്നലെ ജോസിനോട് സംസാരിച്ചതാ. അവൻ പറയുന്നത് നടക്കില്ലെന്നാണ്. വേറെ ആർക്കെങ്കിലും കൊടുത്താൽ കുറച്ചുകൂടി പൈസ കിട്ടുമെന്നാണ് അവൻ പറഞ്ഞത്. അത് നടക്കില്ലടാ.
എന്തെങ്കിലും ഒരു വഴിയുണ്ടോ അച്ഛാ? ഞാൻ അവരോട് വാക്ക് പറഞ്ഞു പോയി, അതുകൊണ്ടാണ്. ഡാ, നീ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ എനിക്കവളെ അറിയാം. അവളുടെ അപ്പനും അമ്മയും മരിച്ചതിന് ശേഷം എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ അവൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ. അല്ല അച്ഛാ, നമ്മുടെ കുഞ്ഞില്ലേ, അവളുടെ അനിയത്തി എലിസബത്ത്, ഞാൻ കുറച്ച് ദിവസം മുന്നേ അവളുടെ വീട്ടിൽ പോയി കണ്ടായിരുന്നു. ഇപ്പം പഴയ പോലെ ഒന്നല്ല അച്ഛാ, നല്ല മാറ്റമുണ്ട് അവൾക്ക്. ഇപ്പം നമുക്ക് അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അവളെ തിരിച്ചു കിട്ടും. അതുകൊണ്ടാ. കുഞ്ഞിയല്ലേ, അവളവനറിയാം. അവളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാടാ. നീ ധൈര്യമായിട്ടിരിക്കും. ആന്റണി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് കുഴപ്പമൊന്നുമില്ല. നമുക്കേ ഹോസ്പിറ്റലിലും പോണ. ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ ഇന്നലെ പോയ വഴിയാണ് രാത്രി. ആന്റണി, അമ്മനോ ഇന്നലെ ഞാൻ അവന്റെ കൂടെ രാത്രി ഈ വഴിയാണ് പോയത്. കുറച്ചും കൂടി ദൂരം ഉണ്ടെന്നാണ് തോന്നണത്. രാത്രി ആവണ്ടേ ഒന്നും മനസ്സിലായില്ലടാ. ശരി. പിന്നെ അവനോടത്തെ ട്രൈബൽ കോളേജിലാണ് താമസിക്കണം. ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ശുശ്രൂഷിച്ചും ഇവിടുത്തെ പിള്ളേരെയൊക്കെ പഠിപ്പിച്ചാണ് അവൻ നടക്കണം. ഇവിടെ എനിക്ക് വഴി തെറ്റിന്ന് തോന്നണ്ടാ. രാത്രി വന്നിട്ട് മനസ്സിലായെന്ന് പറഞ്ഞില്ലേ? അല്ല മനുജ, ഇതിപ്പോ ആരോടെ ചോദിക്കുക? അല്ലടാ, ഇവിടെ ആരെങ്കിലും ചോദിക്കാം. നീ വാ. ഇവിടെ ഒന്നും ആരും കാണില്ലല്ലോ. അതെ, വിജൃംഭിച്ച സ്ഥലം. ആ, ഇവിടെ കണ്ടതിൽ പരിചയം ഉണ്ടല്ലോ. ഇത് ക്ലാരല്ലേ? ക്ലാര! എന്താ ഇവിടെ? അതെ, എങ്ങനെയാണ് ആ വഴിക്ക് വരുന്നത്? ഇതിലേ വരാം. ആ, ഇതിലേ വരാം അല്ലേ? ആ, വാടാ വാടാ വാടാ, വേഗം വാ. ഒരാളെങ്കിലും കണ്ടല്ല. ആ ക്ലാര, ഇപ്പോഴും എപ്പോഴും രാവിലെ ഞങ്ങളെ നമ്മുടെ ലെല്ലിനെയൊക്കെ തിരക്കി ഇറങ്ങിയതിന് ഇങ്ങോട്ടേക്ക്. ഇവരൊക്കെ ആരാ? ആ, ഇതെന്റെ കൂടെ വന്ന ആൾക്കാരാ. ഇത് ആന്റണി, ഇത് സെബാട്ടി. അല്ല ക്ലാര എന്താ ഇവിടെ? ഞാൻ രാവിലെ കുഞ്ഞിനെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ടേ കുറച്ച് സാധനം കടയിൽ കൊടുക്കണ്ടായിരുന്നു. ആണല്ലേ? അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിയാ. അല്ല ക്ലാരെ, നമ്മുടെ ലെല്ലിന്റെ വീട്ടിലേക്ക് കൂടെ വഴിയതാ. ഇന്നലെ ഞാൻ ഇവിടെ കൂടി രാത്രി ഇതിലെ പോയായിരുന്നേ. രാവിലെ വഴി ഞാൻ മറന്നുപോയി. നിങ്ങൾ അങ്ങോട്ടാണോ? ഞാനും അങ്ങോട്ടാ. ബാ, നമുക്ക് ഒരുമിച്ച് പോവാം. ക്ലാര വഴിയാണോ?